ഹായ് ഗൈസ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ പല വീഡിയോസിലും നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് ഷിപ്പിങ്ങിനെ പറ്റിയായിരുന്നു, അതല്ലെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയെ പറ്റിയായിരുന്നു. എങ്കിൽ വെയർ ഹൗസിങ്ങിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈ ഒരു വെയർ ഹൗസിംഗ് മേഖലയിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്നറിയാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ബെന്നി ജോർജ് സാറുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ദുബായിൽ 25 വർഷം ഒരു വെയർ ഹൗസിംഗ് കമ്പനിയിൽ, ഒരു കമ്പനിയല്ല പല കമ്പനികളിലായി അദ്ദേഹത്തിന് 25 വർഷം ലോജിസ്റ്റിക്സിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം CEO ആയിട്ടാണ് റിട്ടയർ ആയത്. 40,000 തൊട്ട് 70,000 80,000 വരെ CBM കപ്പാസിറ്റി ഉള്ള വെയർ ഹൗസിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് ഡിപ്പെൻസ്. ഒരു പക്ഷേ വലിയ ലോജിസ്റ്റിക്സ് കമ്പനിയാണ്, ഒരു 10,000-50,000 CBM കപ്പാസിറ്റി ഉള്ള ലോജിസ്റ്റിക്സ് വെയർ ഹൗസ് ആണെങ്കിൽ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞൊരു 100 പേർക്കെങ്കിലും ജോലി സാധ്യതയുള്ളതാണ്. ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ്, മിക്കവാറും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിരിക്കും. അതാകുമ്പോഴാണ് ഫാസ്റ്റ് മൂവ്മെൻറ്റും ഒക്കെ ഉള്ളത്. പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റം എല്ലാ ഐറ്റംസും, അതായത് അവിടെ അനുവദനീയമായിട്ടുള്ള തരത്തിലുള്ള എല്ലാ ഐറ്റംസും അവിടെ സൂക്ഷിക്കാൻ പറ്റും. DG കാർഗോയോ ഡേഞ്ചറസ് കാർഗോയും അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ അവിടെ സൂക്ഷിക്കാൻ പറ്റാത്തത്. ബാക്കിയുള്ളതെല്ലാം അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കായി ജോലി സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് കോർഡിനേറ്റേഴ്സിൻ്റെ വേക്കൻസി ഉള്ളിടത്ത് അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നീട് +2 വരെ ഉള്ള തരത്തിലുള്ളവർ ആണെങ്കിൽ ലോജിസ്റ്റിക്സിലെ ടാലി ക്ലർക്കായും മറ്റും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പടിയായി അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവർക്ക് സൂപ്പർവൈസറായിട്ടും ജനറൽ മാനേജറായിട്ടും ഒക്കെ ഉയരാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ആണെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും അവരിലൂടെയാണ് വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി അവർക്ക് മസ്റ്റാണ്. ഡിഗ്രി അല്ലെങ്കിൽ MBA ഉള്ള പിള്ളേർക്ക് അതിൽ കൂടുതൽ വിജയിക്കാനാവും. തീർച്ചയായും ലോജിസ്റ്റിക്സ് കോർഡിനേറ്ററിൻ്റെ ലോജിസ്റ്റിക്സ് മാൻ്റെ കരിയറായിരിക്കും നല്ലത്. കാരണം അവർക്ക് എല്ലാ തരത്തിലുമുള്ള കോൺടാക്ട്സിന് അവസരങ്ങളുണ്ട്. കസ്റ്റമറുമായിട്ടും അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ ആളുകളുമായിട്ടും സംവദിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ അവരുടെ ജോലിയിലേക്ക് പിന്നെ ആകർഷിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടും. അതുകൊണ്ട് പിന്നെ പോരാങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവനെയാണ് എല്ലാവർക്കും, ഏതൊരു കസ്റ്റമേഴ്സ് ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവനെയാണ് ഇഷ്ടം. അതുകൊണ്ട് ആ ഒരു പൊസിഷനാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തീർച്ചയായും. പ്രത്യേകിച്ചും ദുബായിലെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഫാസ്റ്റാണ്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, പെട്ടെന്ന് ചെയ്യുക, അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. വേറെ എന്തൊക്കെ സ്കിൽസാണ് സാധാരണ നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ക്യാൻഡിഡേറ്റിനെ സാർ ഉദ്ദേശിക്കുന്നത്? ആൾ സ്മാർട്ടായിരിക്കണം. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്, എന്ത് പറഞ്ഞാലും ചെയ്യാനുള്ള, അതായത് ജോലി സംബന്ധമായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാനുള്ള മനസ്സ്, ആ സ്മാർട്ട്നെസ്സും ഉണ്ടെങ്കിൽ ഹീ ഈസ് ഓക്കെ.